തിങ്ക് ട്വൈസ് ബിഫോർ യു സ്പീക്ക് എന്നാണ്. സംസാരിക്കുന്നതിന് മുമ്പ് രണ്ടു വട്ടം ചിന്തിക്കണം. സംസാരിക്കുന്നതിന് മുമ്പ് രണ്ടു വട്ടം ചിന്തിച്ചാലും സംസാരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിച്ച വാക്കുകളെ കൃത്യമായി നാവിൻ തുമ്പത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നമ്മുടെ പ്രസന്റേഷനെയും പ്രസംഗത്തെയും ഒക്കെ ഒരുപക്ഷെ ദോഷകരമായി ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ നല്ല വാക്കുകളെ നാവിൻ തുമ്പത്ത് കൊണ്ടുവരാൻ നമ്മൾ ചെയ്യേണ്ടത് പ്രസന്റേഷന്റെ വഴിയെ നാവിനെ സഞ്ചരിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. കൃത്യമായി പറഞ്ഞാൽ നാവിന് പണി കൊടുക്കുക എന്ന് വേണമെങ്കിൽ പറയാം. നന്നായി പ്രസന്റ് ചെയ്യുന്ന ആളുകൾ, നന്നായി പ്രസംഗിക്കുന്ന ആളുകൾ അവർ നിരന്തരം ആ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിരന്തരമായി ഒരു അഭ്യാസം നമ്മൾ അഭ്യസിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം നമ്മൾ അനുഭവിക്കുകയും ചെയ്യും. അപ്പോൾ നന്നായി പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, നന്നായി വേദിയിൽ ആശയങ്ങളെ പ്രചരിപ്പിക്കാനും പ്രകടിപ്പിക്കാനും ആഗ്രഹിക്കുന്ന ആളുകൾ നിരന്തരമായി ആ കല അഭ്യസിച്ചുകൊണ്ടിരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. കൃത്യമായി പറഞ്ഞാൽ നാവിനെ പ്രസംഗത്തിൻ്റെ വഴിയെ സഞ്ചരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അതിന് കിട്ടുന്ന അവസരങ്ങളെ പരമാവധി വിനിയോഗിക്കുക, വലിയ ഇടവേളകളില്ലാതെ. പലപ്പോഴും സംസാരിക്കുന്ന ആളുകൾ ഒരു മാസം സംസാരിക്കുന്നു, പിന്നെ എപ്പോഴെങ്കിലും ഒരു വേദി കിട്ടുമ്പോൾ അന്ന് സംസാരിക്കുന്നു, തുടർന്ന് പിന്നെ എപ്പോഴെങ്കിലും ഒരു വേദി കിട്ടുമ്പോൾ പിന്നെ സംസാരിക്കുന്നു. ഈ വലിയ ഇടവേളകൾ പലപ്പോഴും നമ്മുടെ അവതരണത്തെ ദോഷകരമായി ബാധിക്കാറുണ്ട്, അതിൻ്റെ ക്വാളിറ്റിയെയും അങ്ങനെ ദോഷകരമായി ബാധിക്കാറുണ്ട്. അതുകൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള പ്രസൻറ്റേഷൻ നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇതിനെ കൺസിസ്റ്റൻ്റായി നിരന്തരമായി സംസാരിക്കാൻ പറ്റുന്ന അവസരങ്ങളെ വിനിയോഗിച്ചുകൊണ്ട് കൂടുതൽ നിങ്ങളുടെ ആശയങ്ങളെ മനോഹരമായി പ്രകടിപ്പിക്കാൻ നാവിനെ പ്രസൻറ്റേഷൻ്റെ വഴിയെ, പ്രസംഗത്തിൻ്റെ വഴിയെ സഞ്ചരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രസൻറ്റേഷൻ്റെ ക്വാളിറ്റി അനുദിനം കൂടിക്കൊണ്ടിരിക്കും.